എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹം വന്നു. ആ എടുത്തു. ഒരു ചട്ടിയിൽ കൂടെ കോൺക്രീറ്റ് എടുത്തോണ്ട് വരൂ. ഈ ഗ്ലാസും കുപ്പിയൊക്കെ അങ്ങ് മാറ്റിയായി. അയാൾ ഏത് തരക്കാരനാണെന്ന് അറിയില്ലല്ലോ. ഇവിടെ വയ്ക്കൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കോൺട്രാക്ടർ പത്മനാഭപിള്ള. സാറ് ചാർജ് എടുത്തതിന് ശേഷം വന്ന് കാണാൻ സാധിച്ചില്ല. ജോലി തിരക്കായിപ്പോയി. സിഗരറ്റ് വേണ്ട, ഞാൻ വലിക്കാറില്ല. സിമന്റ് കുറവുണ്ടല്ലോ. എസ്റ്റിമേറ്റ് പറയുന്ന അനുസരിച്ച് ഏതെങ്കിലും വർക്ക് നടക്കുമോ സാർ? നടക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എല്ലാം അറിയാൻ വയ്യേ. സാർ പുതിയ ആളൊന്നും അല്ലല്ലോ. ഞാൻ പഴയ ആളാണ്. സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വർക്ക് നടക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വർക്ക് നിർത്തിവെക്കൂ. നമുക്ക് സംസാരിക്കാം. സംസാരിക്കാം. പക്ഷെ മിസ്റ്റർ പിള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഡാം ഈ നാട്ടിന്റെ ഹൃദയമാണ്. കനാലുകൾ ഹൃദയത്തിൽ നിന്നുള്ള രക്തധ്വനികൾ പോലെ. മന്ത്രി ഉദ്ഘാടനം ചെയ്തതുകൊണ്ടോ നിങ്ങൾ ബില്ല് മാറിയതുകൊണ്ടോ ഈ നാട്ടിനോട് നമുക്കുള്ള കടമകൾ അവസാനിക്കുന്നില്ല. നമുക്ക് തലമുറകളോട് കടപ്പാടുണ്ട്. ഡ്രൈവർ, ഈ കോൺക്രീറ്റ് എടുത്ത് ജീപ്പിൽ കൊണ്ടുവയ്ക്കൂ. വർക്ക് നിർത്തിവെക്കാൻ പറഞ്ഞില്ലേ? ഇതുവരെയുള്ള വർക്ക് പരിശോധിച്ചതിന് ശേഷം ഇനി തുടർന്നാൽ മതി. വണ്ടിയുടെ പുറകിൽ ഒരു ചട്ടി കോൺക്രീറ്റ് ഇരിപ്പുണ്ട്. അതെടുത്ത് എന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വരൂ. കോൺട്രാക്ടർ പത്മനാഭപിള്ളയുടെ വർക്കിന്റെ ഫയലൊന്നും എടുത്തുകൊണ്ട് വരും. എസ്റ്റിമേറ്റ് തുടങ്ങിയുള്ളത് വേണം. യെസ് സാർ. നമസ്കാരം. നമസ്കാരം. എക്സിക്യൂട്ടീവ് അകത്തില്ലേ? അകത്തുണ്ട്. എന്റെ കാര്യം ഓർമ്മയുണ്ട്. എക്സിക്യൂട്ടീവിനോട് ഞാൻ കാണാൻ വന്നിരിക്കുന്നു, പോയി പറയും. ഓ, സാറിന് അനുവാദം വേണോ? പുതിയ ആളല്ലേ? ആളെങ്ങനെ? കുഴപ്പക്കാരനെല്ലാം തോന്നുന്നു. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് എന്താ കുഴപ്പം കാണിക്കാനാ? സാറ് മോളിലത്തെ കമ്പിയിൽ പിടിമുറുക്കിയിരിക്കുകയാണല്ലോ. നഷ്ടം എനിക്ക് തന്നെയാണോ? അയാളുടെ ഇലക്ഷന് 2 ലക്ഷം രൂപയാണ് ഞാൻ ചെലവാക്കിയത്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. തന്നെ വൈകുന്നേരം ഒന്ന് കാണണം. ഞാൻ വീട്ടിലുണ്ടാവും. ഓ, ഇരിക്കണം മിസ്റ്റർ പിള്ളേ. സാർ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നിങ്ങളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ടാണ്. സാരമില്ല, ഒരു ദിവസത്തെ വർക്കല്ലേ മുടങ്ങിയുള്ളൂ. സാറിനെ എനിക്ക് നേരത്തെ വന്ന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ്. മനസ്സിലായില്ല. സാറേ മനസ്സിലായിക്കൊള്ളൂ. ഈ കോൺട്രാക്ട് പണിയുണ്ട്. പണ്ടത്തെ പോലെ ഗുണമൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരുടെയും കറോപ്പശുക്കളാണ് ഞങ്ങൾ. പണ്ട് 2-3 പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ 24 പാർട്ടിയുണ്ട്. ഒരു പാർട്ടി 2ആയിട്ട് പിളർന്നു എന്ന് കേൾക്കുമ്പോ ഞങ്ങളുടെ ചങ്ക തകർന്നു പോകുന്നത് ഞങ്ങൾ ഉപേക്ഷിക്കാനൊക്കുമോ? അല്ല, എപ്പോ എവിടുന്നാ ഒരു വകുപ്പ് മന്ത്രി ഉണ്ടാവാൻ പോകുന്നുള്ള എങ്ങനെ അറിയാം? ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ മോളിൽ നിന്ന് താഴെ പിയൂണിനെ വരെ ഉപേക്ഷിക്കാനൊക്കുമോ? അതുകൊണ്ട് കോൺക്രീറ്റ് അല്പം സിമന്റ് കുറയും. നിങ്ങളുടെ പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ മുരുടനായ ഒരു ആദർശവാദിയായി കണക്കാക്കരുത്. പക്ഷെ എല്ലാത്തിനും ഒരു മര്യാദ ഉണ്ടല്ലോ. അതറിയാം സാർ, എനിക്കതറിയാം. സാറത് മനസ്സിലായിക്കൊള്ളു. മിസ്റ്റർ പിള്ള ഇപ്പൊ പോകും. ഞാൻ നിങ്ങളുടെ ഫയൽ ഒന്ന് പരിശോധിക്കട്ടെ. നമുക്ക് നാളെ സംസാരിക്കാം. സംസാരിക്കാം. അപ്പോ നാളെ വർക്ക് തുടങ്ങട്ടോ. നാളെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് മതി. എത്രയും വേഗം. ബില്ല് മാറിയില്ലെങ്കിൽ സകലതും കുഴയും. കുഴപ്പമില്ല സാർ. അപ്പൊ നാളെ വർക്ക് തുടങ്ങട്ടോ. ഞാൻ ഈ ഫയൽ പഠിച്ച ശേഷം തമ്മിൽ കണ്ടിട്ട് തീരുമാനിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, ഹലോ. ആ,
ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ വരാം. വിശേഷിച്ച അസുഖമൊന്നുമില്ലല്ലോ ഗോപിക്കും? മോനെ ഗോപി, മോനെ നീ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവോ? എന്താണമ്മേ വിശേഷം? ഒരു സീരിയസ് കേസുണ്ട്, ഒന്നുകൂടെ പോയി നോക്കണം. എഞ്ചിനീയർ പണിക്കരി ചേട്ടൻ ഇതിലെ വരാമെന്ന് പറഞ്ഞു. ഉടനെ വരുമായിരിക്കും. ശരി, അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തെന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞത്. നിന്റെ അച്ഛന് വളരെ ഇഷ്ടമായിരുന്നു പണിക്കരിയേട്ടനെ. പണിക്കരിയേട്ടനേക്കാൾ 5 വയസ്സ് കൂടുതലേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ അച്ഛന്. ആ അമ്മായി, ഇതേ അമ്മാവൻ വരുന്നു. പഴയ ജീപ്പല്ല, KLK 3514. ഉണ്ണി, ഉണ്ണി, വീട്ടിൽ അച്ഛനും മോനും മാത്രമേ ഉള്ളൂന്ന വിചാരം. തുടങ്ങിയല്ലോ മോനെ വിളി. അവൻ എവിടെ? മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അവന്റെ അഡ്മിഷന്റെ വിവരം എന്ന് അറിയും. ഓ, ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. അത്രയേറെ ആഗ്രഹമുണ്ട് അവന്. അഡ്മിഷൻ കിട്ടാൻ അവനെന്തിനാണെന്ന് പഠിക്കുന്നു? ക്ലാസും റാങ്കുള്ള ഒരു അഡ്മിഷൻ കിട്ടാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. ഞാൻ അന്വേഷിച്ചു. രാവിലെ 9 മണിക്ക് വന്നേക്കണം. ഒന്ന് മാറിയേക്ക് പോട്ടെ. ഇതേ ഈ വീലിനൊരു ഇളക്കമുണ്ട്. വീലിന് ഇളക്കോ? തന്റെ തലയ്ക്ക് ഇളക്കും ആയിരിക്കും. നമ്മുടെ മറ്റേ ജീപ്പ് എന്ത്? KLQ 3914. അത് വർക്ക്ഷോപ്പിലാണ്. ഒന്ന് റേസ് ചെയ്തേ. ഒന്ന് റേസ് ചെയ്യണം. എന്തിനാ? ഒന്ന് റേസ് ചെയ്യണം. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ അയ്യപ്പ വർക്ക്ഷോപ്പിലെ മേസ്ത്രിയ ഡ്രൈവറെ. ഒന്ന് റേസ് ചെയ്യും. നിർത്ത്. സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഒന്ന് റേസ് ചെയ്യണം. നിർത്ത്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ബോണറ്റിട്, എനിക്ക് പോണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടാവുന്നില്ലല്ലോ. എന്ത് നാശമായത്? ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ മറന്നുപോയി. കുറച്ചു മുമ്പ് ഒരാള് ഇവിടെ ഒരു പൊതി കൊണ്ടുവന്നു. ആര്? സിൽക്ക് മുണ്ടും ജുബ്ബയൊക്കെ കൊടുത്തിട്ട് പത്മനാഭ പിള്ളയെന്നോ എന്താ പറഞ്ഞു. എന്താണ്? ആ പൊതിയും കൊടുക്കൂ. എന്താണതിൽ? എനിക്കറിയില്ല. ആരെന്തുകൊണ്ട് വന്നാലും എന്താണെന്ന് നോക്കാതെ വാങ്ങിക്കുമല്ലേ? അത് വാങ്ങിക്കൂ. ഞാൻ അറിഞ്ഞില്ല. സാരമില്ല.
അത് പൊതിഞ്ഞു വെച്ചേക്കൂ. നീ ചായ കുടിച്ചോ? കുടിച്ചു. ശ്രീധരനോ? അവൻ വിളിച്ചാ വരണ്ടേ? ഊണ് കഴിഞ്ഞ ഉടൻ ഏതാണ്ടൊക്കെ എടുത്തു വെച്ച് റിപ്പയർ പണിയും തുടങ്ങി. ഉണ്ണി ഊണ് കഴിച്ചിട്ടാണോ പോയത്? അതെ. ഞാനൊന്ന് നടക്കാൻ പോകുന്നു. നീ വരുന്നോ? ഉണ്ണി വരുന്നതിന് മുമ്പ് മടങ്ങി വരാം. വരാം. എന്ത് വേണം ആകെപ്പാടെ ആ പോയില്ലേ? എന്ത് പറ്റി? ഇവിടെ ഒരു കൊച്ചൻ നിന്നല്ലോ. അത് ഇഞ്ചിനകത്ത് എന്തോ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞ് ബോണറ്റ് പൊക്കി നോക്കിയതാ. ഇപ്പൊ സ്റ്റാർട്ട് ആകുന്നില്ല. അവനോട് താഴെ കിടന്ന് ഏതാണ്ട് പണിയുന്നു. ശ്രീധര, ഞാനിവിടെ ഉണ്ടമ്മാവാ. ഇപ്പൊ ശരിയാക്കി വിട്ടേക്കാം. നീ ഇറങ്ങി വാ. എഞ്ചിൻ നിന്റെ മെക്കാനിക്കൽ ഭ്രാന്ത് മാറട്ടെ എന്ന് കരുതിയാണ് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കിയത്. അവിടെ വരുന്ന വണ്ടിയിൽ ചീത്തയാക്കിയാ പോരെ? 39-14 നല്ല എഞ്ചിൻ കണ്ടീഷൻ ആയിരുന്നു. ഇത് മോശം. ഇവിടെ വരുന്ന വണ്ടികളിൽ തൊട്ടുപോകരുത്. ഓഫീസിൽ പോയി പറഞ്ഞ് വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുവന്ന് ശരിയാക്കി കൊണ്ടുപോകും. ശ്രീധര, ഞങ്ങൾ വരുന്നവരെ എങ്ങും പോകരുത്. കഥയൊക്കെ തുറന്നു കിടക്കാണേ. വണ്ടി ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ആ ഗിയർ ബോക്സ് ഒന്ന് ഇളക്കണം. വേണ്ട 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 വേണ്ട, താൻ ഇളക്കിയോടത്തോളം മതി. അല്ല, ഇതാരാ വന്നിരിക്കുന്നേ? രണ്ടുപേരും ഉണ്ടല്ലോ. അകത്തോട്ട് കയറി ഇരുന്നാട്ടെ. ജാനമ്മേ, നടന്നാ തോന്നേ? ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. പത്മനാഭപിള്ളയെ കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് ഇരുന്നാട്ടെ. ജാനമ്മേ, ഈ വന്നിരിക്കുന്ന ആരാന്നറിയാമോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേശവപ്പണിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ. കുടിക്കാൻ എന്തെങ്കിലും എന്താ ഇഷ്ടം? ഇപ്പൊ ഒന്നും വേണ്ട. കൊണ്ടുവരും. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതല്ലേ ഉള്ളൂ സാറിനെ മനസ്സിലാക്കിയുള്ളൂ എന്ന്. ഞാൻ അപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഈ നാട്ടിൽ പുതിയ ആളാണെന്ന്. അപ്പൊ ഇവിടെ പരിചയക്കാർ ആരുമില്ലേ? എന്റെ ഇളയ സഹോദരി ഇവിടെ അടുത്താണ്. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവരുടെ ചുമതലയും എനിക്കാണ്. ഇങ്ങോട്ടൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നതുമാണ്. ഓ, അത് ശരി. പിന്നെ സാർ എന്നെ സ്വന്തം സഹോദരനെ പോലെ കരുതണം. നിശ്ചയമായി. ശ്രീദേവി, അതിങ്ങെടുക്കൂ. സാർ എനിക്ക് ഏതാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് കൊടുത്തേക്കൂ. സാർ, ഞാനിത് മടിക്കാതെ അതങ്ങ് വാങ്ങിക്കൂ. ചെയ്യുന്ന ജോലിക്ക് മാസം തികയുമ്പോ എനിക്ക് ശമ്പളം കിട്ടും. എനിക്കത് ധാരാളം മതി. ഞാൻ പതിവില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല സാർ. എനിക്കറിയാം മിസ്റ്റർ പത്മനാഭപിള്ളെ, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ പലരും ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്താറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മുരടനല്ല. പക്ഷേ അവിഹിതമായി ഞാൻ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാറില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അമ്മേ, അമ്മേ, അമ്മാവനും അമ്മായി വരുന്നു. വരണം ചേട്ടാ, ഇരിക്കണം. 2 ദിവസമായിട്ട് പാർവതി മോളെ അങ്ങോട്ടെങ്ങും കണ്ടില്ലല്ലോ. ഓ, രാവിലെ തുടങ്ങി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ബഹളമാണ്. പിന്നെ ഞാനാ പറഞ്ഞത് നമുക്ക് രണ്ടും കൂടെ നാളെ ഒരുമിച്ച് പോവാന്ന്. ഉണ്ണി ഇങ്ങോട്ട് കണ്ടില്ല. അപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് വെപ്രാളപ്പെട്ട് നടക്കുക. പാർവതി, നീ കോളേജിൽ ചേരുമ്പോ നിനക്കൊരു സമ്മാനം തരാമെന്ന് അമ്മാവൻ പറഞ്ഞില്ലേ? ശ്രീദേവി, അതങ്ങ് കൊടുക്കൂ. എന്താ സരസ്വതി? ഇതൊക്കെ കണ്ട് സന്തോഷിക്കാൻ ഇവളുടെ അച്ഛനില്ലാതെ പോയല്ലോ.
സുഖവും ദുഃഖവും ചേർന്നതല്ലേ സരസ്വതി ജീവിതം. പെട്ടെന്ന് ഓർത്തുപോയി ചേട്ടാ. ആ കാപ്പി എടുക്കട്ടെ. ഇപ്പൊ ഒന്നും വേണ്ട, വേഗം പോണം. ഉണ്ണി വന്നു കാണും. എനിക്ക് വാച്ച് കിട്ടിയ വിവരം ഉണ്ണിയേട്ടനോട് പറയണേ അമ്മായി. പറയാം. കിട്ടി, അഡ്മിഷൻ കിട്ടി. വെരി ഗുഡ്. ഇന്ന് എനിക്ക് ഗണപതി അമ്പലത്തിൽ ഒരു വഴിപാട് നടത്തണം. നിന്റെ വഴിപാടിന്റെ ശക്തി കൊണ്ടല്ലേ മോന് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിയത്, അല്ലാതെ അവൻ ക്ലാസ് റാങ്ക് വാങ്ങിച്ചോണ്ടല്ല. അതെന്താ, ഇവൻ പഠിച്ചു പാസ്സായത് എന്റെ വഴിപാടിന്റെ ശക്തി ഉണ്ടായിക്കൂടെ? മോനെ, പാർവതിക്ക് അച്ഛനൊരു വാച്ച് സമ്മാനം കൊടുത്തു. എനിക്കും ഒരു സമ്മാനം തരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അച്ഛാ? ഒരു സ്കൂട്ടർ നാളെ തന്നെ വാങ്ങിച്ചോളൂ. സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അതിൽ തന്നെ പാർവതിക്കും കോളേജിൽ പോവാം. കൊച്ചു പാറു, ഇതാ വരുന്നു. ഒന്ന് വേഗം വാ, ഒന്ന് വാടി, ഒന്ന് കേറടി വേഗം. കേറ് കൊച്ചേ അങ്ങോട്ട്. എനിക്ക് പേടിയാ. ചാകുന്നാണോ? വേണ്ടാത്തൊന്നും പറയാതെ ചേട്ടാ. കയറണ്ട. കുന്തം എങ്ങനെ ഒന്ന് കേറുന്നത്? ഒരു ഏണി ചാരി വെച്ച് അങ്ങോട്ട് കയറി. ഉരുണ്ട് വീഴൂലേ ഇപ്പൊ? ആ പാടം ഇനി എത്രയും പൊക്കണ്ട, ആരെങ്കിലും കാണും. കേറ്. ഏത് കമ്പിയല്ലേ പിടിക്കേണ്ടത്? എന്നെ കെട്ടിപ്പിടിച്ചോ. എനിക്ക് നാണമാ. സൂക്ഷിച്ചു ഓടിക്കണേ മോനെ. അപ്പച്ചി പേടിക്കണ്ട അപ്പച്ചി, പാറുവിന്റെ കാര്യം ഞാൻ ഏറ്റു. പോരെ. സൂക്ഷിച്ചു. അയ്യോ മോനെ, എന്നെ മുറുക്കി പിടിച്ചോ പാറു. എനിക്ക് നാണമാ. വേണ്ടെങ്കിൽ വേണ്ട, ഇപ്പൊ റോഡിൽ വീഴുന്നതിന് നാണമില്ലേ? ഏതായാലും ഞാൻ സ്പീഡ് കൂട്ടാൻ പോവാ. 1 2 3. വെച്ചേ. മര്യാദക്ക് എന്റെ വയറ്റത്തൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു. വേണ്ട, എനിക്ക് പ്രാക്ടീസായി. എന്നിട്ട് നിന്റെ നാണം മാറിയില്ലല്ലോ. മാറണ്ട. അത് പറ്റില്ല. എന്നാ ഞാൻ മാറ്റിത്തരാം. നീ എന്നെ പിടിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. വല്ലതും പറ്റിയോ? ഇല്ല. ഉണ്ണിയേട്ടനോ? എനിക്കൊന്നും പറ്റില്ല. ആ, അയ്യോ, കൈമുറിഞ്ഞല്ലോ. സാരമില്ല. സാരമില്ലെന്ന് അപ്പച്ചെങ്ങാൻ അറിഞ്ഞ എന്റെ കൂടെയുള്ള നിന്റെ സ്കൂട്ടർ യാത്രയും മുടങ്ങും, എന്റെ സ്കൂട്ടറും പോകും. അമ്മ കാണാതെ ഞാൻ സൂക്ഷിച്ചോളാം. ഏറ്റല്ലോ? ഏറ്റു. എന്നാൽ ആള് കൂടുന്നതിന് മുമ്പ് സ്ഥലം വിടാം. പൊന്നുമനി വാ ഇവിടെ. ഓ, ഇത്ര വല്ലതും പറ്റിയ. ഇല്ലേ, വീണ കാര്യം ആരോടും പറയരുത്. ഇല്ല. സ്കൂട്ടർ വെച്ചിട്ട് വരൂ. അമ്മ തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണും. അമ്മേ, 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 അമ്മേ. അമ്മ പശുവിനെ അഴിച്ചോണ്ട് വരാൻ പോയതായിരിക്കും. വരൂ. ശോ, കൈ നല്ലതുപോലെ നീറുന്നു. എവിടെ കൂടെ? തലയില്. സാരമില്ല. തലയിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു? തലയിലൊന്നുമില്ല. എന്നാ മുഖത്തായിരിക്കും.
കൈക്ക് എങ്ങനെ ഉണ്ടെന്ന്? വേദനയില്ല. ഗുഡ്. അപ്പൊ നമ്മുടെ ചികിത്സ എങ്ങനെ? എന്തിനുള്ള ചികിത്സ? നിന്റെ നാണം മാറാനുള്ള ചികിത്സ. ഉം. ആ, നാണം മാറിയില്ലെങ്കിലേ ചികിത്സ വീണ്ടും തുടരേണ്ടി വരും. ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടുകയില്ല, കൂടെ വരികയില്ല. ആ, നേരാണോ? അല്ല പിന്നെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യം. ആ, നിന്നെ ഇന്ന് ചികിത്സിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗോവിന്ദനുണ്ണി എന്നല്ല. ആഹാ. പാറു, പാറു, കൊച്ചു പാറു.